വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചൂസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ തേൻ കായ്ക്കുന്ന മരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? അപ്പം തേൻ കായ്ക്കുന്ന മരമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും, പക്ഷെ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പം നമുക്കത് എന്താണെന്ന് നോക്കിയാലോ, എവിടെ നിന്നാണ് പേൻ ഉണ്ടാകുന്നതെന്ന് നോക്കിയാലോ. ഈ തലയിൽ ഉണ്ടാകുന്ന പേൻ മരത്തിലുണ്ടാകുമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആണോ എന്ന് വിചാരിക്കും, പക്ഷേ കണ്ടിട്ട് വരാം, വരൂ. ഈ കാടുകളും മുള്ളുകളും താണ്ടിയാണ് നമ്മുടെ യാത്ര കേട്ടോ ഗൈസ്. കാരണം ഈ കാടിൻ്റെ ഉള്ളിൽ എവിടേക്കാണ് അതിൻ്റെ ആ മരത്തിൽ നിന്നുള്ള കായ ചാടി കിടക്കുന്നത്. അപ്പം നമുക്ക് അത് നോക്കിയെടുത്ത് പറക്കിയെടുത്ത് സെറ്റാക്കാം. വരും. ഈ നട്ടപ്രാന്ത് എന്ന് പറഞ്ഞാൽ നട്ടപ്രാന്തല്ലാട്ടെ, ഇപ്പോൾ ഉച്ചപ്രാന്താണ്. കാണിച്ചു തരാവേ. അതവിടെ കിടക്കുന്നുണ്ട് കുറേ, കാണിച്ചു തരാം. വരും. ഇതാണ്ട് ഗൈസ്, ഇതാണ്ട് ഈ ചപ്പുകളുടെ ഇടയിൽ കിടക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിച്ച സാധനം. ഇതാണ്. നമുക്കിത് 2 പറക്കിയെടുക്കാവേ. അപ്പം ഇതെങ്ങനെ, ഇതിൻ്റെ ഉള്ളിൽ എവിടെ പേന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കണേ? നമുക്കിതൊന്ന് തുറന്ന് കാണിച്ചു തരാവേ. ഞങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ഈ കനാലിൻ്റെ സൈഡിലായിരുന്നു. അപ്പോൾ കനാലിൻ്റെ സൈഡിലായിരിക്കുമ്പോൾ ഞങ്ങൾ കുറേ കൂട്ടുകാർ പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കനാലിൽ കൂടി ഇത് ഒഴുകി വരും. അപ്പോൾ ഒഴുകി വരുമ്പോൾ അതൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ എറാത്ത് പോയിരുന്നിട്ട്, ഞങ്ങളുടെ വീടിൻ്റെ എറാത്ത് പോയിരുന്ന് ഇതിൻ്റെ ഉള്ളിൽ പേൻ പൊട്ടിക്കലാണ് ഞങ്ങളുടെ മെയിൻ പണിയായിരുന്നു കേട്ടോ ചെറുപ്പകാലത്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പേന ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതിങ്ങനെ എടുത്തിട്ട് ഇത് നമ്മൾ പനങ്കായാണ് കേട്ടോ അത്. കാരണം നമ്മൾ വെറുതെ ഒരു രസത്തിന് അന്ന് പേൻഞ്ഞൊട്ടി എന്നായിരുന്നു ഞങ്ങളൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. കണ്ടേ, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന തലമുടിയിലുണ്ടാവുന്ന പേൻ പോലെ ഇരിക്കും. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബ്ലാക്ക് കളർ ഇങ്ങനെ കുരുക്കളുണ്ട്. ക്ലിയർ ആവുന്നില്ലേ? കണ്ടോ? അപ്പം ഇത് നമുക്ക് ജസ്റ്റ് പൊട്ടി എടുക്കാം. കണ്ടോ, ഇതാണ് ഗൈസ് കുരുക്കൾ. ഞാനിപ്പോൾ വലിച്ചു കുറച്ച് പൊട്ടിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഇത് നമുക്ക് കയ്യിൽ വെച്ച് ഞൊട്ടാം. ഇതിങ്ങനെ പറിച്ചെടുക്കുകയെ. കണ്ട, ശരിക്കും പേരൊക്കെ പോലെ കേട്ടാ. ഇത് നമ്മുടെ നഖത്തിലിങ്ങനെ വയ്ക്കുക. എന്നിട്ട് സൗണ്ട് കേൾക്കണ്ടോയെന്ന് എനിക്കറിയില്ല, നിങ്ങളൊന്ന് നോക്കണേ. ഉണ്ടോ? ശരിക്കും ഈ പേനൊക്കെ കൊല്ലുന്ന സൗണ്ട് ഉണ്ടാവില്ലേ? നിറച്ച് പേനൊക്കെ ഉള്ള ആൾക്കാരുടെ വിലയിൽ വലിയ പേനൊന്നുമില്ല കേട്ടോ, അതോർത്ത് ഇങ്ങനെ. അപ്പം നിറച്ച് പേനൊക്കെ ഉള്ള ഈ വലിയ പേനുകളൊക്കെ കിട്ടിയിട്ട് നമുക്ക് കൊല്ലുമ്പോൾ നല്ല രസമായിരിക്കും. ആ ചെറുപ്പകാലത്തിട്ടോ. ഇപ്പം അങ്ങനെ പേനൊക്കെ ഉള്ളവർ വളരെ കുറവാണ്. പിന്നെ കുട്ടികൾ പഠിക്കാൻ പോണ പിള്ളേരൊക്കെ തലയിൽ ഉണ്ടാവുള്ളായിരിക്കും. അപ്പം ഇത് വേണ്ട ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പൊട്ടിക്കുമ്പോൾ നല്ല സൗണ്ടാണ്, ഇങ്ങനെ എന്നുള്ളൊരു സൗണ്ട് കേൾക്കും. അപ്പം അതായിരുന്നു ഞങ്ങളുടെ മെയിൻ ഇത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒരു തറയിൽ വെച്ച് ജസ്റ്റ് പൊട്ടിച്ച് കാണിച്ചു തരാവേ. കണ്ടോ, ഇത് ശരിക്കും ഒരു പേനിരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നില്ലേ? ഇതിൻ്റെ കായ നമുക്കിതിലേക്ക് ജസ്റ്റ് പൊട്ടിച്ചിടാവേ. ഞാൻ ഒരു കൈക്കാണ് ഫോൺ പിടിച്ചേക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവേ. ഇതൊന്ന് ഞൊട്ടി കാണിച്ചു തരാവേ. കണ്ടോ, നിങ്ങൾ സൗണ്ട് ശരിക്കും കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മളുടെ പേൻഞ്ഞൊട്ടി അല്ലെങ്കിൽ പനങ്കായ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് പൊളിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ചുമ്മിരിക്കുമ്പോൾ ഒന്ന് പൊട്ടിച്ച് നോക്കണം ഗൈസ്. പേനൊക്കെ കൊല്ലാണെങ്കിൽ പോലെ തന്നെ ഇരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. ഇതിൽ മിക്ക ആൾക്കാരും വീഡിയോ കാണുന്നുണ്ട്, ആരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് പോടാവേ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.